ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പണി രണ്ടാമത്തെ ദിവസം. അതായത് ഇന്നലെ നമ്മുടെ വണ്ടിയുടെ പരിപാടി ഏകദേശം ഒരു 10-15% തീർത്തു. 100% നമ്മുടെ വണ്ടിയുടെ പണി തീർക്കാനുള്ളത്. അതായത് A to Z നമ്മൾ പൊളിച്ചു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പൊളിക്കൽ പരിപാടി ഞങ്ങൾ കഴിച്ചു. ഫിനിഷ് കഥം ഭയ്യ ഒരു ഇന്നലെ ഞാൻ കുറെ കമന്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. നമ്മുടെ വണ്ടി പണിത് കോടീശ്വരനായെന്ന് പറഞ്ഞ പുള്ളി. അതായത് കുറെ പേരുടെ കമന്റ് ഉണ്ട്. അതായത് നമ്മുടെ വണ്ടി പണിത് പുള്ളി സേട്ടായി, നമ്മുടെ വണ്ടി കിട്ടിയാൽ മതി പുള്ളി സേട്ടാവും. കൈസ് നോക്കും, ഇന്നേ വരെ 5 പൈസ പോലും വണ്ടി പണിയുന്നുണ്ട്. 2021 മുതൽ പണിയുന്നുണ്ട്. 2021, 2025 4 വർഷത്തില് പല പ്രാവശ്യം ഇവിടെ വണ്ടി പണിത് പോയി. ഇന്നേ വരെ 5 പൈസ വണ്ടി പണിത് മേടിച്ചിട്ടില്ല. ഞങ്ങളെ കൊണ്ട് പുള്ളിക്കാരനെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളെ കൊണ്ട് ലാഭം ഉണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം കുറെ പേര് വീഡിയോയിൽ കമന്റ് ചെയ്തിട്ടുണ്ട് പുള്ളി പണിതതിന്റെ കുഴപ്പമല്ല, നമ്മുടെ ഓഡിയൻസിനാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, പല വാഹനങ്ങളും നിങ്ങൾ കാണുന്നുണ്ടാവും യാത്ര ചെയ്യുന്നു, പല ക്യാരവാനും സംഭവങ്ങൾ ഇങ്ങനെ യാത്ര നിങ്ങൾ കണ്ടിട്ടുണ്ടോ. പക്ഷെ ഞങ്ങൾ പോകുന്ന റൂട്ട് കില്ലർ ക്രിസ്തുവാർ, പിന്നെ അത് ഉമ്ലിംഗിൽ, ഇതുപോലെയുള്ള അലമ്പ് റൂട്ടുകളിൽ മോശം ടെറൈനിൽ ഹൈ ആറ്റിറ്റ്യൂഡിലൊക്കെയാണ് നമ്മൾ വണ്ടി. നമ്മുടെ ബസ്സാണ്, അതായത് നമ്മുടെ SS-നെ പോലെ ലോകത്തിൽ ആദ്യമായിട്ട് ഉംലിംഗ്ല പാസ് കയറിയ ഏക ബസ്. അത് കഴിഞ്ഞ് വേറെ വണ്ടി കയറിയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ കില്ലർ ക്രിസ്തുവാർ, അതായത് ഏറ്റവും ഡേഞ്ചറസ് റോഡുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, പിന്നെ നമ്മൾ ഈ ടഫ് ടെറൈനൊക്കെ പോകാൻ നേരത്ത് വണ്ടി എത്ര നല്ല വണ്ടി തന്നാലും നമ്മുടെ കൈ കിട്ടിയാൽ അത് ആ രീതിയിലേക്ക് സംഭവങ്ങൾ സംഭവിക്കും, അല്ലാതെ വേറൊന്നുമല്ല. അത് നമ്മുടെ കയ്യിൽ ചില കോമ്പറ്റീഷൻ ഡ്രൈവിംഗ് ഒക്കെ ഉണ്ടാവും നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലാൻ നേരത്ത്. അപ്പോൾ ചെറിയ തട്ടലും ഉരച്ചിലും മുട്ടലും, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വണ്ടി 14 ദിവസം ലഡാക്കിൽ കടന്നുപോയി. അത്രയും വലിയ ടെമ്പറേച്ചറിൽ മൈനസിൽ കിടക്കുമ്പോൾ ഏത് വലിയ പെയിന്റ് ആയാലും പൊളിഞ്ഞു. ഇതിപ്പോ നമുക്ക് ഏച്ചറിനെ പറയാം, ഏച്ചർ നമ്മളെ ചയച്ചാന്ന് പറയാം. എഞ്ചിൻ പോയതിന്റെ ഓടിക്കുമ്പോൾ ഉള്ള പ്രശ്നം കാരണം എഞ്ചിൻ പോയി. അതായത് നമ്മൾ ഉമ്മിലിംഗിലെ കയറി ഇറങ്ങിയപ്പോൾ എഞ്ചിൻ പോയി. അത് കഴിഞ്ഞ് നമ്മൾ കർത്തിങ്ങളെ കയറാൻ വേണ്ടി പോയപ്പോൾ വീണ്ടും എഞ്ചിൻ പോയി. അപ്പൊ അത് ഈ വണ്ടികൾക്ക് കയറേണ്ട സ്ഥലങ്ങളുണ്ട്, കയറാത്ത സ്ഥലങ്ങളുണ്ട്. ഓക്സിജൻ ഇല്ലാത്ത സ്ഥലങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ പല രീതികളിലും പല സാഹചര്യങ്ങളിലും പല സമ്മർദ്ദങ്ങളിലും. ഇത് കൂടാതെ നമ്മുടെ അടുത്ത് സംസ്കാര വാലിറ്റി ഇല്ലേ, നമ്മളോട് സഞ്ചരിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ കൂടെ ഞങ്ങൾ സഞ്ചരിച്ചാണ് ഈ വണ്ടി പല സ്ഥലത്ത് കൊണ്ടുവന്നേക്കുന്നത്. നമ്മൾ ഒരിക്കലും വണ്ടിയല്ല നോക്കിയത്, നമ്മൾ ചെല്ലുന്ന സ്ഥലത്തിന്റെ അച്ചീവ്മെന്റ് ആണ് നോക്കിയത്. അങ്ങനെയാണ് നമ്മൾ യാത്ര ചെയ്തത്. വണ്ടി സൂക്ഷിച്ച് നമ്മളിപ്പോ വീട്ടിൽ വെക്കുവാൻ ലോൺ പോലും അടയ്ക്കാൻ പറ്റാതെ നമ്മൾ അവിടെ തന്നെ വെക്കുമായിരുന്നു. സേഫ് സോണിൽ യാത്ര ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമല്ല. ഞങ്ങൾക്ക് എപ്പോഴും ഇച്ചിരി ഇതൊക്കെ വേണം, അല്ല ഞങ്ങൾക്കൊരു സുഖം കിട്ടൂല. അതെ, അപ്പൊ അതാണ് യാഥാർത്ഥ്യം. പിന്നെ കമന്റ് ചെയ്തവരോട് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. അതായത് പുള്ളിയുടെ അടുത്ത് നിന്ന് പുള്ളിക്ക് ഞാൻ അങ്ങോട്ട് കാശ് കൊടുത്തിട്ടല്ല ഈ വണ്ടി പണിയുന്നത്, പുള്ളി എനിക്ക് പണിത് തരുന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്ര വർഷമായിട്ട്, അതായത് ഇന്നേ വരെ ഇവിടെ എൻ്റെ എല്ലാ വണ്ടികളും നിങ്ങൾ ആലോചിക്കണം. MVD എൻ്റെ വണ്ടി പിടിച്ചുകൊണ്ട് പോയപ്പോൾ അതിലൊരു ജാമ്യക്കാരനാണ് പുള്ളി, അല്ലേ? ഗൈസ് നോക്കൂ, അപ്പം ഇവിടുന്ന് അത് നിങ്ങളോട് ഇന്നേരെ പറഞ്ഞില്ല. ഇപ്പോൾ ഒരു 6-7 മാസമായി നമ്മുടെ TT നെപ്പോളിയൻ്റെ കേസ് തീർത്തു. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറേ കേസുകളുള്ളതുകൊണ്ട്, ഞങ്ങളുടെ പാസ്പോർട്ടിന് കുറേ പ്രശ്നമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പാസ്പോർട്ട് ഇടാൻ ഭയങ്കര പാടാണ്. അപ്പം ഞങ്ങളുടെ കേസുകൾ ഞങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വണ്ടിയുടെ കേസ് നമ്മൾ ഫൈൻ അടച്ച് തീർത്തു. അത് തീർത്തിട്ടിപ്പം കുറച്ചായി. അപ്പം ഇക്കയായിരുന്നു അതിലൊരു ജാമ്യക്കാരൻ, പിന്നെ പ്രസാദ് ഉണ്ടായിരുന്നു, റസാഖ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു സമയത്തും നമ്മളെ ഹെൽപ്പ് ചെയ്തൊരു മനുഷ്യനാണ്. പിന്നെ അന്ന് വണ്ടി പിടിച്ച് ഒന്നുമില്ലാതായി കഴിഞ്ഞപ്പം ഇക്ക വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വണ്ടി ഇങ്ങോട്ടുണ്ട്, നമുക്ക് ഇവിടെ ഇട്ട് പണിത് ലെവലാക്കി കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ ഇട്ടാണ് ആ പണിത് വണ്ടി ഇപ്പോൾ അമേരിക്കയിൽ കൊണ്ടുവന്ന്. ആ വാഹനം ഇപ്പം കിടക്കുന്ന എവിടെയാണ്? യൂറോപ്പിലാണെന്ന് വിചാരിക്കണം. ആ വാഹനം ഇവിടുന്ന് പണിതപ്പോൾ എല്ലാവരും പറഞ്ഞു ആ വാഹനം ഇവിടെ ഓടാൻ പോകുന്നില്ല, ഇതാണ്. പക്ഷേ ഗൈസ് നോക്കൂ, ഞാനൊരു കാര്യം പറയാം. നമ്മളൊരു സ്ഥലത്തു നിന്ന് വണ്ടി പണിയാന്നുള്ളതല്ല, ബാക്കിയുള്ള ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇവിടുന്ന് വണ്ടി പണിയുമ്പോഴുള്ള ഗുണം, എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇല്ലല്ലോ, ഇപ്പോൾ യൂറോപ്പിലാണ്, അങ്ങോട്ട് സാധനം കിട്ടും. അത് മാത്രമല്ല, ഇനിയിപ്പോൾ എൻ്റെ വേറെ ഏതെങ്കിലും വണ്ടിയുടെ സാധനം വേണമെങ്കിൽ ഇതൊക്കെ എനിക്ക് അങ്ങോട്ടും ഇങ്ങനെ കാര്യങ്ങൾ നടത്തും. പിന്നെ വേറെ കേസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു വർക്ക്ഷോപ്പ് ചൂസ് ചെയ്യുന്നതിൻ്റെ 2-3 കാരണങ്ങൾ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ രീതിക്ക് നമ്മുടെ വണ്ടി കിട്ടണം. അല്ലാതെ നമ്മൾ വേറെ രീതിക്ക് നമുക്ക് വണ്ടി ഇട്ടിട്ട് കാര്യമില്ല. നമുക്കറിയാം അതെങ്ങനെയാണ് വണ്ടി ഓടണം, ഏത് രീതിയിലാണ് നമ്മൾ പോകുന്നതെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറേ പേര് ഇന്നലെ കമൻറ്റ് ചെയ്തു, എങ്ങനെയാണ് നോർമൽ ലൈസൻസിൽ ബസ് ഓടിക്കുന്നത്, അതൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇപ്പൊ നോർമൽ ലൈസൻസിൽ ഓടിക്കാമല്ലോ, കാരണം LMB അല്ലേ വണ്ടി, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആണല്ലോ. പ്രൈവറ്റ് ആണ്, പ്രൈവറ്റ് സർവീസ് വെഹിക്കിൾ ആണ്, പ്രൈവറ്റ് ബസ്സാണത്. പ്രൈവറ്റ് ഓടിക്കാൻ LMB മതി. അതിൽ എത്ര വീൽ ബേസ് വരാം? ഏതാണ്ട് വീൽ ബേസിന്റെ കണക്ക് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു 17 അടി വരെ നീളമുള്ള വണ്ടികൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ LMB മതി എന്നുള്ളതാണ്. ഞാൻ RTO ചോദിച്ചപ്പോൾ RTO എന്നോട് പറഞ്ഞത് പ്രൈവറ്റ് വെഹിക്കിൾ ഇന്ന വീൽ ബേസ് ഇന്ന വെയിറ്റ് ഉള്ള ഈ വണ്ടി നമുക്ക് നോർമൽ ഇത് വെച്ച് ഓടിക്കാം. ബാഡ്ജോ എവിടെ പിടിക്കേണ്ടത്? എത്ര നാളെ, എത്ര വർഷം ഇത് ഓടിക്കുന്നത്, എത്രയോ പിടിക്കേണ്ടതാ. അപ്പോൾ അതാണ് സംഭവം.
അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്ര നേരം വരെ ഈ മാടപ്രാവിനെ ഞങ്ങൾ കല്യാണം ഇനി അടുത്ത സാധനം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പ്രശസ്തമായ ഇലക്ട്രിസിറ്റി ബോർഡ്. അതായത് നമ്മുടെ SS നെപ്പോളിയൻ ഇത്ര നാളും കറണ്ട് നൽകിക്കൊടുന്ന ഹോണ്ടയുടെ ജനറേറ്റർ. ഇന്ത്യ മൊത്തം പോയ ആളാ. അതെ, ഇന്ത്യയില് ഈ ബസ്സും ട്രാവലറും പണിതുപോലെ തന്നെ എല്ലാ ജനറേറ്റർ വർക്ക്ഷോപ്പിലും പണിത് റെക്കോർഡുള്ള ഒരു ജനറേറ്റർ ആണ്. അപ്പം ഇത് 7 kV ജനറേറ്റർ ആണ് ഈ ജനറേറ്റർ. ഞങ്ങൾ പുതിയൊരു ജനറേറ്റർ മേടിക്കാലോ എന്ന് പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു 7 kV ഞങ്ങളുടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പുതിയത് മേടിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ കാണുന്ന സാധനം റിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഞാൻ ഞങ്ങളുടെ നമ്പർ ഇട്ടേക്കാം. നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ സന്തോഷമാണ്. പിന്നെ അത് മാത്രമല്ല, പുതിയ ജനറേറ്റർ വിൽക്കുന്നവരുണ്ടെങ്കിലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യാം. നമുക്ക് റേറ്റ് ഓക്കെ ആണ് പറഞ്ഞ് മേടിക്കുന്നത് വിചാരിക്കുന്നു. 5 kV. ഇത് 7 kV ഉണ്ട്, 5 kV ആണ്. പക്ഷേ ഇതിന് ഭയങ്കരമായിട്ട് എണ്ണ ചിലവാണ്. പക്ഷെ വേറെ കാര്യമൊന്നും എനിക്ക് അതിച്ചിട്ടില്ല. നമ്മൾ അന്ന് ആ ലെയിലൊക്കെ പോയപ്പോഴും ഇതിനെന്താ എത്ര മണിക്കൂറിന് എത്ര ഓയിൽ ഒഴിച്ചു കൊടുക്കണം? 12 മണിക്കൂറിന് എന്താ ഓയിൽ ലിറ്ററോ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ നമുക്ക് പണി കിട്ടുന്നതാണ്. ഈ എണ്ണയുടെ കൂടി തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കും. ഇതുവരെ ഞെങ്ങിയിട്ടൊന്നുമില്ല. കാര്യമുണ്ട്. ഇപ്പൊ ഇറങ്ങുന്ന ജനറേറ്ററുകളില്ലേ, അതിനങ്ങനെ ഓയിൽ കൊടുക്കേണ്ട ആവശ്യമൊന്നും. ഇപ്പൊ പുതിയ മോഡൽ പഴയതാണല്ലോ. ഗൈസ് സത്യമായിട്ടോ നജീബൊക്കെ പറഞ്ഞു. ഇതുകൊണ്ട് ഇതിന്റെ ഇവിടെയൊക്കെ ലീക്കും സംഭവം ഇതിന്റെ എന്തൊക്കെയോ നഷ്ടം. സ്റ്റാർട്ടർ പോയിന്റ് എന്ത് ചെയ്യിക്കാം? അല്ല, ഇതിന്റെ വേറെ സാധനം എടുത്ത് ആണോ ആരെല്ലാം ഉണ്ടല്ലോ ഒന്ന്. അതായത് നമുക്ക് ഇവിടെ വന്നിട്ട് ആയാലും ശരിയാക്കി തട്ടി നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്ത് ഞങ്ങളെ കാണിച്ചു തന്ന് വർക്ക് ചെയ്യാൻ പറ്റിയ ആരെല്ലാം ഉണ്ട് ഒന്ന് സമീപിക്കുകയാണ്, വളരെ ഉപകാരമായിരിക്കും. അപ്പൊ അതൊരു കേസ്. പിന്നെ അടുത്ത കേസ് അതായത് നമ്മുടെ ബസ് ഉണ്ടല്ലോ, വേറെ സാധനം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ലോ. ഇല്ല, കാണിച്ചു കൊടുക്കട്ടെ? കാണിച്ചു കൊടുക്കട്ടെ. നെറ്റരുത്, ഇത് കാണിച്ചു കൊടുക്കട്ടെ. നെറ്റരുത് കാണിക്കട്ടെ. കേരളത്തില് ഏറ്റവും സൂപ്പറായിട്ട് പണിതിറങ്ങാൻ പോകുന്ന ഒരു അർബാനിയയുടെ ഒരു നഗ്ന സത്യം, അതായത് നഗ്നതയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ആ നഗ്നത ഞാൻ നിങ്ങളെ സ്കേറ്റിംഗ് അല്ല, നമ്മൾ സ്വന്തമായിട്ട് ഇവിടെ നിർമ്മിച്ച സാധനം ഇതാ. നോക്കിക്കോ, നിങ്ങൾ ഇതാ ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കാൻ താല്പര്യം. വിമാനം പോകുന്നു ഗൈസ്. ഇപ്പോഴും മനസ്സ് കുഞ്ഞു കുട്ടികളുടെ പോലെയാ. എത്ര വിമാനത്തിൽ കയറിയാലും മതിയാവില്ല. കമാൻ തീർച്ചയായിട്ടാ. ഈ കാണുന്നത് നജീബിക്കയുടെ സ്വന്തം അർബാനിയാണ്. ഇതിന്റെ ബേക്കത്തെ 2024 മോഡല് അർബാനിയാണ്. അതായത് ഈ അർബാനിയ എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേക സ്കേട്ടൊക്കെ പണിത് ഇതുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വരട്ടെ, ഞാൻ കുറച്ച് റിവ്യൂവർ ആവാം അല്ലേ ലിവിനെ? എബിനെ, ഈ സ്കേട്ടൊക്കെ നമ്മൾ മാത്രം ഇപ്പം ചെയ്യുന്നുള്ളൂ, പുറത്താരും ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല. ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഇത് എങ്ങനെയാണെന്നറിയോ, ഇതിന്റെ അകത്ത് പല പാർട്സും ഇമ്പോർട്ട് ചെയ്താണ്. കുറച്ച് സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും ഇപ്പൊ കാണിക്കില്ല, ഫുൾ വർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. കുറച്ച് സാധനം ഞാൻ ജോർജിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇക്ക അസർബൈജാനിൽ നിന്ന് കുറച്ച് സാധനം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തുർക്കിയിൽ നിന്ന് കുറച്ച് സാധനം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ യൂറോപ്പിൽ നിന്ന് കുറച്ച് സാധനം ഇതിനുവേണ്ടി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഈ സാധനങ്ങൾ കട്ട് ചെയ്ത് എല്ലാ സാധനങ്ങളും ഇതിന്റെ കുറേ സാധനങ്ങൾ ബെൻസ് സ്പ്ലെൻഡറിന്റെ സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ വണ്ടി പണിയാനായിട്ട്. അതിന്റെ കുറച്ച് സാധനങ്ങൾ അവിടെ മോളുടെ അടുത്ത് പണിതുകൊണ്ടിരിക്കുന്നു. പിന്നെ കുറച്ചൊക്കെ നമ്മൾ പീസാക്കി കൊണ്ട സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും. അതെ ഗൈസ്, ഇതിന്റെ കുറെ ഓട്ടോമേഷനും കുറെ സാധനങ്ങളും നമ്മൾ പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇത് പണിയുന്നത്. അപ്പം ഇതിന്റെ ഇന്റീരിയർ ഭാഗത്തോട്ട് നോക്കിയേ ഗൈസ്, നോക്കിയതുകൊണ്ടോ ഈ കാണുന്നത് മൊത്തം പ്രീമിയം ഭാഗമായിട്ട് ഇതേപോലെ മൊത്തം അപ്പോൾസറിയും സാധനങ്ങളൊക്കെ ചെയ്ത് പണിത് സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ വീഡിയോ നമുക്ക് എടുക്കണം, പക്ഷെ ആയിട്ടില്ല. ഒരാഴ്ച കൂടെ കഴിയുവാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ പരിപാടി കഴിയും. നമ്മുടെ വണ്ടി ഈ വണ്ടി ഏകദേശം ഒരേ സമയത്തായിരിക്കും ഇറങ്ങുന്നത്. ഇത് നോക്കിയാൽ ഞങ്ങൾ ഇവിടെ പൊട്ടിച്ചേട്ടാ. ഈ സാധനം ഇത് നോക്കിയേ, ഇത് 3 നമ്മൾ ബസ്സിന് വെക്കുന്നുണ്ട് കേട്ടോ. ഈ സാധനം നമ്മൾ ഈ വണ്ടിക്കും കയറ്റിയിട്ടുണ്ട്, അതേപോലെ നമ്മുടെ ബസ്സിനും കയറ്റാൻ വേണ്ടി പോകുന്നുണ്ട്. 3 കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഭക്ഷണം വെക്കാൻ നേരത്തെ ഇത് പൊക്കി വെക്കുകയാണല്ലേ. പിന്നെ ഒരു 3:30-4 മണിയാക്കുമ്പോൾ ചെറിയൊരു കാറ്റ്. ഈ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വന്നേ. ഈ വണ്ടിയുടെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഈ വണ്ടി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിന്റെ ഇത് കണ്ടോ, ഈ ഒരു എന്നാ പറയുന്നത്, ഫ്രണ്ട് ബമ്പർ. ആ ഫ്രണ്ട് ബമ്പറിനൊക്കെ കുറെ വ്യത്യാസങ്ങളും കാര്യങ്ങളുണ്ട്. പിന്നെ അർബാനിയ സാധാരണ ഇറങ്ങുന്നത് വെള്ള കളറും ചാര കളറും പിന്നെ വേറൊരു കളറും കൂടെ ഉണ്ടല്ലോ. 2 കളറുള്ളൂ, വൈറ്റും ഗ്രേ കളറിലാണ് ഇറങ്ങുന്നത്. ഇത് ബ്ലാക്ക് അടിച്ചു വെച്ചാക്കുന്നതാണ്, ഗ്ലോസി ബ്ലാക്ക്. അപ്പം നെറ്റും കേട്ടോ, അങ്ങനെയാണ് ഇതിന്റെ പേര്. ഗൈസ്, ഇത്ര നേരം വരെ നിങ്ങളോട് പല വിശേഷങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി നമ്മുടെ വണ്ടിയിലേക്ക് വരാം. നമ്മുടെ വണ്ടിയുടെ പരിപാടികൾ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളായിട്ട്
അപ്പോൾ എ സിയുടെ കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷനിലാണ്. ഇലക്ട്രിക്കൽ എ സി 12 വാൾട്ട് നമ്മുടെ ഇവിടെ കിട്ടാനില്ല. ഒന്നാമത്തെ കാര്യം. ആലുവയിൽ ഒരു ചേട്ടൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ സാധനം ചൈനയിൽ നിന്ന് വന്നിട്ടില്ല. അപ്പോൾ അതിന് നമ്മൾ 1 മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ചേട്ടൻ്റെ സാധനത്തിനാണ് നല്ല റേറ്റ് വ്യത്യാസം. അതെ, 28,000 രൂപയ്ക്ക് ആലുവയിൽ ഒരാൾ ഈ സാധനം കൊടുക്കുന്നുണ്ട്. വേറെ പല സ്ഥലത്തും അന്വേഷിച്ചു 65,000 70,000 രൂപയാണ്. ഈ 24 വാൾട്ടേ ഉള്ളൂ, അതായത് 12 വാൾട്ട് ഇല്ല. പിന്നെ ഞങ്ങളിപ്പം ഞങ്ങളുടെ സ്ഥിര എ സി ചെയ്യുന്ന ജോജോ ചേട്ടൻ വരും ഇപ്പം എ സിയുടെ കാര്യം വേണ്ടി നോക്കാൻ വേണ്ടി. ജോജോ ചേട്ടൻ അൾട്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ വണ്ടിക്ക് വേണ്ടി മാത്രമായിട്ടൊന്നും വെച്ച് തരാമെന്ന് പറഞ്ഞ ബേക്കോട്ട്. അപ്പം പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ എന്താ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ സ്പ്ലിറ്റ് എ സി വെക്കണ്ട, വണ്ടിയുടെ എ സി തന്നെ പ്രവർത്തിപ്പിക്കാം എന്നുള്ളൊരു ഒരു പ്ലാനിലാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലേക്കാ? സ്പ്ലിറ്റ് എ സി നമുക്ക് ചൊവ്വാൻ സാധ്യതയില്ല. അതായത് വണ്ടി ഓടുമ്പം എ സി കിട്ടൂല. അതായത് വണ്ടി നിർത്തിരുമ്പം ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അതിനകത്തൊരു കാര്യം വെച്ചാൽ ഓൾറെഡി ഈ വാഹനം എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ട്രാവലർ പോലെയല്ല. ഈ വാഹനത്തിന് മൈലേജ് വളരെ കുറവാണ്. 4-5 കിട്ടുള്ളൂ. 4-5 ഈ വണ്ടിക്ക് കിട്ടുള്ളൂ. എന്നെ പോലെയുള്ള ഡ്രൈവർമാർ ഓടിച്ചാൽ ചിലപ്പോൾ 7 കിട്ടും. പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ ജനറേറ്റർ വലുതാണ്. ഒരു ദിവസം മൊത്തം ഓടാൻ അത്യാവശ്യം നല്ല രീതിയിൽ പെട്രോൾ ചിലവാകും. അപ്പോൾ പെട്രോളിൻ്റെ ആ സാധനം അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ, അതായത് ജനറേറ്റർ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാതെ എമർജൻസി സാഹചര്യത്തിലൊക്കെ ഉപയോഗിക്കാൻ സാഹചര്യം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അടിക്കാനുണ്ടെങ്കിൽ ചെറിയ ആവശ്യങ്ങൾ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് അത്രയും പിന്നെ എന്ത് സേവ് ചെയ്യാം. അതായത് എനർജി സേവ് ചെയ്യാൻ പറ്റും. ലിവിനൊന്ന് യൂറോപ്പിന്റെ വരമ്പ് കടന്നപ്പോഴത്തേക്കും ഇംഗ്ലീഷൊക്കെ വാരി എറിയുകയാണ്. അപ്പോൾ അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വണ്ടിയുടെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നാളുകളോട് ഫ്രെയിമൊക്കെ അടിച്ച് എ സി പൊളിക്കാൻ എന്ത് തിരിച്ചേറ്റാണ് ഇനി പാട്. ഇതിന്റെ അതൊരു ചുറ്റിക കിട്ടി പഴയ കമ്പനിയുടെ. പിന്നെ അതേപോലെ തന്നെ സ്പാനർ കിട്ടി. പലരും കിട്ടും. ഇതിന്റെ അകത്ത് എന്തൊക്കെ സാധനം അവരുടെ അന്നത്തെ സാധനങ്ങളും സംഭവങ്ങളൊക്കെ കിട്ടി. നമ്മുടെ വണ്ടിയുടെ സാധനങ്ങൾ പൊളിച്ച് ഇത് കണ്ടോ, പിടിക്കാൻ നോക്കണം. ഇപ്പം പൊട്ടിച്ചിട്ടാക്കുന്നതൊക്കെ ഗ്യാസ് കട്ട് ചെയ്ത് എടുത്തിട്ടാക്കുന്നതാണ് മേളിലെ സാധനങ്ങളൊക്കെ. ഇതൊക്കെ ദ്രവിച്ച സാധനങ്ങളാണ്. എനിക്ക് മനസ്സിലായ ആവശ്യമില്ല. വണ്ടി ഓടുമ്പോൾ കിളിയിലാ സൗണ്ട് തന്നെ കേട്ടോണ്ടിരുന്നറിയോ കുറെ ഇതിന്റെ അകത്ത് സാധനത്തിനെയാ. പിന്നെ അടുത്ത ഓരോ സാധനം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊക്കെ കർട്ടനായിരുന്നു. കർട്ടനും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ വലുത്. ഇത് നമ്മൾ വെച്ച കർട്ടനല്ലല്ലോ. ഇതോ? പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ കർട്ടൻ വർക്ക് ഉണ്ടോ? പിന്നെ സൈനസ് ഏസ് വെച്ചിട്ടുണ്ട്. എന്തിനും പുറത്തു വേണ്ട അല്ലേ? കട വീണ്ടും കാശ് പോയി. ഗൈസ് അപ്പോൾസറി കുറച്ച് ചെയ്യാനുണ്ട്. പിന്നെ ഇതുണ്ടോ, ഇത് നമ്മൾ പുതിയ എക്സിഡന്റ് ബാറ്ററി മേടിച്ചത്. ഇതുണ്ട്, ഈ കാണുന്ന സാധനം. ഇത് പിന്നെ അതേപോലെ പഴയ ലൈറ്റുകൾ, അതായത് ഇത് 12 വാൾട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വർഷമായോ ചേട്ടാ? അതിനകത്ത് കുറേ ലൈറ്റുകളുണ്ട്. ആ സാധനം എടുക്കുന്ന എല്ലാം നല്ല ലൈറ്റ്. അത് ഈ കാണുന്ന നമ്മുടെ വണ്ടിയുടെ കുറച്ച് പാർട്സുകളാണ്. ബാക്കി ഓരോ സ്ഥലങ്ങളിലായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കുവാണ്. ഇതുണ്ടോ, ഇത് സീറ്റ് മാറുന്നുണ്ടോ? സീറ്റ് എന്നാന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. പോയിട്ട് കൊണ്ടുവരുവാ. സ്പോൺസർ ബൈ സനു സെൻട്രൽ പ്ലേസസ്. ഇക്ക ഉണ്ടല്ലോ ഒരു ബാത്റൂം മേടിച്ചായിരുന്നു, ഒരു പോർട്ടബിൾ ബാത്റൂം. അപ്പൊ എന്റെ ഈ കാണുന്ന ബാത്റൂമില്ല, അതായത് ഇത് കണ്ടോ, ഈ കാണുന്ന സാധനം എപ്പോഴും കംപ്ലൈന്റ്, ഓരോ പ്രശ്നങ്ങളാണ്. അപ്പം എന്ത് ചെയ്തു, ഏറ്റവും കൂടുതൽ ഇതിനുള്ള പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറയട്ടെ. ഇത് തുറന്നു വിടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ. രണ്ടാമത്തെ പ്രശ്നം, മൂന്നാമത്തെ പ്രശ്നം, ഈ പൈപ്പിംഗ് ആൻഡ് ലീക്ക് ആയി കഴിഞ്ഞാൽ എവിടുന്ന് തല്ല് കിട്ടുമെന്ന് നോക്കിയിരിക്കുക. പിന്നെ ഇലക്ട്രിക്കൽ പരിപാടി ഈ വണ്ടിയിൽ നിന്ന് കുറച്ച് മാനുവലിലേക്ക് എത്തിക്കുകയാണ്. അതിന്റെ ഒരു വലിയൊരു ആൾ ഇയാൾ തന്നെയാണ്. ഓരോ പ്രാവശ്യവും കുറച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി കുറയ്ക്കാനില്ല. ഇലക്ട്രീഷ്യൻ അല്ല പുള്ളിക്കാരൻ. ഗൈസ്, ഞാനിവിടെ വരുമ്പോൾ 2020 തോന്നുന്നു, 20 ഇവൻ ഇലക്ട്രീഷ്യൻ ആയിരുന്നു. ഇപ്പം എത്ര വർഷമായിടാ? 5 വർഷം. 5 വർഷം കൊണ്ട് ഇവനിപ്പോൾ ആരായി? സീനിയർ സൂപ്പർവൈസറായി. ഇപ്പം പണിയൊന്നും എടുക്കണ്ട. അങ്ങനെയായിരുന്നു സംഭവങ്ങൾ. അപ്പൊ ഇതിന്റെ അകത്ത് ഇലക്ട്രിക്കൽ പണ്ട് ഇവൻ ഒറ്റയ്ക്കായിരുന്നു ഗൈസ്. അപ്പം നമ്മുടെ വണ്ടിയിൽ ഇലക്ട്രിക്കൽ പരിപാടി നമ്മൾ മറ്റേ ഇത് ആദ്യം കാണിച്ചു തരാം. ഇങ്ങോട്ടോ, കമാൻ. അതായത് ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ ഇതൊക്കെ ഫുള്ള് എല്ലാ കാര്യങ്ങളും നീറ്റാക്കി എവരി ഏരിയ വൃത്തിയാക്കി ലെവലായിക്കൊണ്ട്. ഇതുണ്ടോ, ഈ ഗ്ലാസ് തീ കത്തിക്കോട്ടോ. ഇതുണ്ടോ, ഗ്ലാസിൻ്റെ ഇങ്ങോട്ട് കാണിച്ച്. അതായത് ഈ ഗ്ലാസ് കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഗ്ലാസിൻ്റെ ഇവിടെയൊക്കെ ഒട്ടിച്ച് എല്ലാം ലെവലാക്കി. ഇതുണ്ടോ, ഇതൊക്കെ ഇവിടെ ഒരു എക്സ്ട്രാ പൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു, അതൊക്കെ പറിച്ചെടുക്കുന്നത് കാണുന്നു തീ കത്തിച്ചിട്ട്. ഓ
ഇതെല്ലാം തീ കത്തിച്ച് പറിച്ചെടുക്കുവാണ് സാധനങ്ങൾ ഓരോന്നായിട്ട് ആലമ്പായി. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ പണിയെടുക്കും. വേറെ കാര്യം ആ ഭാഗത്തോട് നമ്മൾ നോക്കണ്ട. അതെ, വണ്ടി കത്തിച്ചാലും പുള്ളിക്കാരൻ പറയും വന്നിട്ട് കത്തിച്ചു അല്ലേ. അതിനുള്ള പരിപാടികളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോന്നോരോന്നേ നടക്കട്ടെ, വണ്ടിന് ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ആലമ്പായി അത് കത്തിച്ചെടുക്കുക. ഇത് കണ്ടോ, ഇവിടെ ഒരു ടാങ്ക് ഇതിൻ്റെ മേലിലാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പരിപാടികളും സംഭവങ്ങളും ചെയ്യാനുണ്ട്. ഇത് ഗ്രൈൻഡ് ചെയ്യുന്ന കേട്ടോ, അതായത് തുരുമ്പ് മൊത്തം ഇതേപോലെ ഗ്രൈൻഡ് ചെയ്ത് കളയണം. എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നും ചെയ്യാൻ വേണ്ടി. ഈ കാണുന്ന AC-യുടെ പൈപ്പാണ്, അതൊക്കെ മാറ്റും. ഇതുണ്ടോ, ഇത് കട്ട് ചെയ്തെടുക്കുന്നതായി കാണുന്നത്. അതായത് ഫ്രണ്ട് ഗ്ലാസ് പൊട്ടാതെ ചൂടാക്കിയിട്ട് ഊരിയെടുക്കും. കേരളത്തിൽ ഇന്ത്യയിൽ ഏക ഒരു ഗ്ലാസ് ഉള്ളതാണ് നമ്മുടെ വണ്ടിയെ മാത്രമേ ഉള്ളൂ. വേറെ വണ്ടി പഠിച്ചിട്ടില്ലല്ലോ ഈ കമ്പനി. ഈ വണ്ടിക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടോ അല്ല ഈ വണ്ടിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ലോകത്ത്. കാരണം ഈ കമ്പനി ഈ വണ്ടി പണിതോടുകൂടി കൂട്ടിപ്പോയി, ഈ കമ്പനി നിർത്തിപ്പോയെന്നുള്ളതാണ് എൻ്റെ അറിവ്. ഇങ്ങനൊരു വണ്ടി ഇത് മാത്രമേ ഉള്ളൂ. അതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത. ഐക്കോണിക്കൽ വണ്ടിയാണ്. പിന്നെ കുറേ പേര് ഈ വാഹനം കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാമോ, ഈ വണ്ടിക്ക് കാറിൻ്റെ ടോളുള്ളൂ. ഇത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ കാറ്റഗറി വരുന്ന ടാക്സ് കുറവാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സാധാ ലൈസൻസ് വണ്ടി ഓടിക്കാം. ഇതും മോഹൻലാലിൻ്റെ വണ്ടിയെ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഇത് കൊടുക്കാതെ വെച്ചേക്കുന്നത്. ബാക്കിയുള്ള ബസ് മോഹൻലാലിന്റെ വണ്ടി പഴയത് മറ്റേ കേരളത്തിൽ നിന്ന് പോയി അതർ സ്റ്റേറ്റ് ആയി. ഈ വണ്ടി മാത്രമേ കേരളത്തിലുള്ളൂ. അത് അതർ സ്റ്റേറ്റ് ആയി. മോഹൻലാലിന്റെ പഴയ വണ്ടി. അപ്പം ഈ രണ്ട് വണ്ടി ഇങ്ങനെയുള്ളൂ. അപ്പം ഇത് നമ്മൾ ഒരു യാത്രയ്ക്ക് പോകുന്നത് ഒരു ടോള് പാസ് ചെയ്യാൻ നേരത്തെ ടോള്, അതായത് 500 രൂപ കൊടുക്കേണ്ടടുത്ത് നമുക്ക് എത്ര കൊടുത്താൽ മതി? അതായത് 100 രൂപ 120 രൂപ കൊടുത്താൽ മതി. പിന്നെ അതുപോലെ ടാക്സിൻ്റെ കേസ് കുറവാണ്. പിന്നെ നമ്മുടെ സാധാ ലൈസൻസ് വെച്ച് ഈ വാഹനം ഓടിക്കാം. അതുകൊണ്ടാണ് ഈ സാധനം കൊടുക്കാതെ വെച്ചാക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്. വണ്ടി കിട്ടൂല, ഇതേ പേപ്പർ ഇതേ കണ്ടീഷനുള്ള വണ്ടി കിട്ടൂല. ഗൈസ് ഇതുണ്ടോ, പെയിന്റിങ്ങിന് വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളൊക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പണികൾ തുരുതുര നടക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസമായിട്ട് വണ്ടി പരിപാടി തന്നെയാണ് എല്ലാവരും. അപ്പോൾ ഇക്ക പോയിട്ട് ഇപ്പം നമ്മുടെ സംഭവം സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞാൽ ജോജോ ചേട്ടൻ ഇപ്പം വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ജോജോ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോൾ നമ്മുടെ മറ്റേ ട്രാവലിൽ അടിച്ചിട്ടില്ലേ ബാക്കോട്ട്, അതേപോലെ ആക്കിയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നല്ലതായിരിക്കും. 2 കമ്പസർ കൊടുക്കുവാണെങ്കിൽ നല്ല പവർ ആയിരിക്കും. ചെയ്യാം. AC-യും ജനറേറ്ററും ആണ് ഇപ്പൊ പെൻഡിങ് നിൽക്കുന്നത്. ഒരാളെ ഉറയ്ക്കാൻ നിർത്ത്, പെയിന്റിന്റെ പരിപാടി തീർക്കണ്ടേ. അവന് ഇത് വണ്ടിയില്ല വരുമോ? ഗൈസ് അത് കഴിഞ്ഞാൽ ഇത് 10 ദിവസത്തിൽ ഇറക്കണമെങ്കിൽ അത്ര പേര് 4-5 പേര് നിന്നാൽ ഈ പണി തീരത്തുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ 2 ദിവസം കൊണ്ട് പുള്ളിക്കാരൻ അതിൻ്റെ അകത്ത് ഫ്രെയിമും സാധനം അടിച്ചിറക്കും. മജന്ത ആയിരിക്കണം ഇരിക്കണം പാട്ട് കേൾക്കുമ്പോ. പിന്നെ അതേപോലെ ഒരു ചെറിയ TV വെച്ചാൽ കേട്ടോ, 24-ന്റെ ഏറ്റവും വലുത് മേടി വെക്കണ്ട. पाइप ठीक है, पाइप ठीक है, अच्छा है पाइप है ना, पाइप अच्छा है। हाँ निकालेगा और रखा है, अच्छा है ना। वो पाइप पूरा कचरे हाँ वो कचरा पूरा कचरा है पाइप पे। हाँ ये सुपर है, साइड में भी कचरा है, इसको थ्रू वो निकालेगा, ग्राइंडिंग करेगा। वो कचरा है ना। हाँ ए ऊपर का है आलम भाई, ए वाला ऊपर का എൻ്റെ ദൈവമേ നോക്കിയേ, ഊപ്പർ കാ പൈപ്പാ കേട്ടോ കാണുന്നത്. ഫ്രണ്ട് നോക്കിയേ, ഇവിടെ വന്നത് തീർച്ചേട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞു ആലംബായി ആണ് നോക്കേണ്ട കാര്യമില്ല, കട്ട് ചെയ്ത് ഇറക്കും. ഇതെന്നാണ് ഇങ്ങനെ കയറിപ്പോയ വെള്ളം കയറി ഇതൊക്കെ വെച്ച് ഓടിക്കുന്ന തട്ടിപ്പം പൊട്ടിയതായിരിക്കും. അല്ലല്ലോ അത് കിടന്ന് പൊട്ടിയതാണ്. അത് കിടന്നു പോയത് അവനെ തട്ടിപ്പം ഒന്നും അങ്ങനെ പൊട്ടുമൊന്നുമില്ല. അയ്യോ അത് ലഭിച്ച് പോയത്. ഇതാ പറയുമ്പോൾ വലിയ വണ്ടി 5 കൊല്ലം കൂടുമ്പോൾ ടെസ്റ്റ് നടത്തണമെന്ന് അല്ലേ. ഡൈസ് ഇത് എന്നെ സംഭവിച്ചാൽ ഈ വണ്ടി 2 വർഷത്തോളം കൊറോണ ടൈമിൽ ഈ വണ്ടി ഷീറ്റ് ഇട്ട് കിടക്കുമായിരുന്നു. അങ്ങനെയാണ് ഇത് വിൽക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ നമ്മളിത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെയാണെന്ന്. നമുക്കന്ന് ഈ കാരവാന് ഭയങ്കര ഡിമാൻഡായിരുന്നു. പിന്നെ കെട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല സമയം പോകുന്നതുകൊണ്ട് നമ്മൾ അന്ന് വീടിൻ്റെ പിന്നെ ആധാരം കൊണ്ടൊക്കെ പണം വെച്ചത്, അതായത് നമ്മുടെ പുതിയ വീടിൻ്റെ. അങ്ങനെയാണ് ഈ സാധനം അന്ന് എടുക്കുന്നത്. അന്ന് 25 ലക്ഷം രൂപയ്ക്കോ 22 ലക്ഷം രൂപയ്ക്കോ ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. വണ്ടിയെല്ലാം പണിതെല്ലാം വന്നപ്പോൾ ഒരു 30 രൂപയായി അല്ലേ. ആ ഒരു പൈസക്ക് എടുത്താണ് അന്ന്. പക്ഷേ ഈ വണ്ടിയുടെ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ചേസ് കിടിലൻ ചേസ്, അനങ്ങിയിട്ടില്ല. 17,000 കിലോമീറ്റർ ഈ വാഹനം
ഓടിയിട്ടുണ്ടല്ലോ. ഇപ്പൊ എത്ര 60. 60 സംതിങ് ആണ് ഓടിയിട്ടുണ്ട്. ബോഡിക്ക് മാത്രം ഇച്ചിരി പ്രശ്നം വന്നിട്ടുള്ളൂ. പക്ഷെ അതിപ്പോ നമ്മളിപ്പോ റെഡി ഓടിക്കല്ലടാ ഉള്ളിലെ സാധനങ്ങൾക്ക്. ഇപ്പൊ നമ്മളിപ്പോ റെഡി ആക്കി വന്നിട്ടുണ്ട്. ഇനി 5 കൊല്ലത്തിന് ഇത് തൊടണ്ട അല്ലേ? 5 കൊല്ലത്തിന് പിന്നെ നമ്മൾ ബേക്കോട്ട് നോക്കണ്ട. ഇതിന്റെ ഓരോ പരിപാടികള് പിന്നെ ഇന്നോടുകൂടി ഏകദേശം ഫ്രെയിം അടിയും പരിപാടി കഴിഞ്ഞു. പിന്നെ പെയിന്റും പരിപാടിയൊക്കെ ഉള്ളു. അതിന് അപേക്ഷ കൊടുക്കാൻ പോണ്ടേ? അത് നമുക്ക് ഏജന്റ് വഴി കൊടുത്താൽ പോരാ. അത് നമ്മൾ പോകേണ്ട കാര്യമില്ലല്ലോ. അല്ലേ എന്തെങ്കിലും ചെയ്യണം. പെയിന്റ് അടിക്കാനുള്ള അപേക്ഷ കൊടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടി. पूरा कटिंग पूरा खत्म आएगा आ जाए ना. पूरी अंदर कटिंग है पूरा रेडी आएगा. ग्राइंडिंग आएगा. ओ तो बनाएगा. स्टार्टिंग करेगा वो फ्रेम. हाँ फ्रेम फटाफट आएगा. അല്ല ഇതിൻ്റെ ഉള്ളിൽ ഫാനൊക്കെ വെച്ചിട്ടാണ് പണിയെടുക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഈ ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് ഇവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. പൊടിയാ ഭയങ്കരം. ഏതാതി പൊടിയാന്ന് നോക്കിയേ. ഈ ഫാനില്ലാതെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അല്ലേ? ഫാനില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ഇത് ഇവിടെ കത്തിച്ചിട്ടുള്ള പരിപാടി തന്നെ അടുത്തത്. ഇത് മൊത്തം ഇത് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇതിന്റെ കാര്യം ഗ്യാസ് വെൽഡ് ചെയ്തിട്ടാണ് കത്തിച്ചിട്ടാണ് ഇത് മൊത്തം പുറത്തോട്ട് എടുക്കുന്നത്. ഇത് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. ഈ കാണുന്ന ഇവിടെയൊക്കെ ഇതുണ്ടോ ഗ്യാസ് വെൽഡിങ് കത്തിക്കും. എന്നിട്ട് ആ സാധനം സ്വിച്ച് ചെയ്ത് എടുക്കും കേട്ടോ. നോക്കിയേ, അങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? തുരുമ്പുള്ള കമ്പികളില്ലേ, അവൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് പുതിയത് അടിക്കുന്നുണ്ട് അവൻ അതിൻ്റെ അകത്ത്. ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. എല്ലാം ദ്രവിച്ചു പോയി. എന്തോരോ സ്പേസാ വണ്ടികൾ. ഇതിനെ നമ്മളെന്നും പറയില്ല ഇന്നത്തെ വീഡിയോ പോലെ സ്പേസ് ഇല്ല. ഇത് പൊളിച്ച് കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയെ. സത്യം. അത്രയധികം സ്ഥലമുള്ള വണ്ടിയാണോ ഇങ്ങനെ ആക്കി കളഞ്ഞത്. നമുക്കേ നൈസായിട്ട് ഇറങ്ങി നിൽക്കാതെ അല്ലേ? നമ്മളും കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് പണിയെടുക്കാൻ പറ്റൂല. ഇന്നലെ നമ്മൾ ഡൈക്കോറാണ് ഉപയോഗിച്ചെങ്കിൽ ഇന്ന് സ്ട്രോം ആട്ടോ. അതായത് സ്ട്രോമും ഡൈക്കോറും സർവീസിന് കൊണ്ടുവന്നാണ്. ഈ കാണുന്ന പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇച്ചിരി പരിപാടി കഴിഞ്ഞ് എനിക്ക് ജലാലിക്ക് വണ്ടി തന്നു. നാളെ വണ്ടി തിരിച്ചു കൊണ്ട് കൊടുക്കണം. സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംഭവം പിന്നെ ഇതിൻ്റെ യൂണിവേഴ്സൽ സ്റ്റാർ പോയിട്ട് ഒരു കിടുകിടാ വിറവലുണ്ടായിരുന്നു. അത് ശരിയായി. ഞങ്ങൾ ഡ്രൈവിംഗ് പഠിച്ച വണ്ടിയല്ലേ? അതെ, അതിൻ്റെതായ ഒരു ഇത്. ഞങ്ങൾക്ക് അടുത്ത് ഞങ്ങളുടെ ബെൻസ് വന്നിട്ടുണ്ട്. അതാ കിടക്കുന്ന ഞങ്ങളുടെ ബെൻസ്. നിങ്ങൾ ബെൻസിനെ കുറിച്ച് ചോദിച്ചായിരുന്നല്ലേ? ബെൻസ് ഞാൻ കാണിച്ചു തരാൻ പറ്റും നോക്കട്ടെ. ബെൻസ് ഇവിടെ കിടപ്പുണ്ട്. ബെൻസ് ഇവിടെ എറണാകുളത്ത് ഇട്ടാക്കുന്നത്. പിന്നെ അതേപോലെ മറ്റേ വേറെ ഒരു പിന്നെ നമ്മുടെ ഡൈക്കോർ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ നമ്മുടെ ഒരു ചെറുക്കനുണ്ട്, ചെറുക്കന് കൊടുത്തിട്ടൊക്കെ. ചെറുക്കനിപ്പം വരും. ചെറുക്കൻ കാണിച്ചു തരാം. എൻ്റെ ശിഷ്യന്മാരാണ് എന്നെ എല്ലാം പഠിപ്പിക്കുന്നത്. എനിക്ക് ആശാനില്ല, അതാണ് പ്രത്യേകത. എൻ്റെ ശിഷ്യനെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ശിഷ്യനാണ് എന്നെ എഡിറ്റിംഗ് പഠിപ്പിക്കുന്നത്. എൻ്റെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന അവനാണ്. അപ്പം എൻ്റെ ശിഷ്യൻ വരും. അപ്പോൾ ഇപ്പോൾ എഡിറ്റിംഗ് ചെയ്യുന്ന ഞാനാണ്, അതായത് വീഡിയോ. അപ്പോൾ ഞാൻ പറയാൻ പറഞ്ഞത് നിങ്ങളോട്, അതായത് ഇനി വരുന്ന കുറച്ച് വീഡിയോകളിൽ ഞാൻ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ചെയ്യും. ചിലപ്പോൾ സൗണ്ട് ഇടും, തീയിടും, വീഡിയോ ഉണ്ടാവില്ല, ചാടി വരും, തുള്ളി വരും. അപ്പോൾ ഇതൊക്കെ എൻ്റെ ശിഷ്യൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ശിഷ്യൻ വരും. കുറച്ച് മുമ്പ് വിളിച്ചിട്ടുണ്ട് ഞാൻ. അപ്പം ശിഷ്യൻ ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് റൂമിലുണ്ടായിരുന്നു പഠിപ്പിച്ചു തരാൻ വേണ്ടി. കുറച്ച് ഞാൻ ഉറങ്ങിപ്പോയി. അവൻ ആരോടോ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവനോട് ഇന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് സംഭവങ്ങൾ, അതായത് ഈ വർക്ക്ഷോപ്പ് വീഡിയോയിലാണ് ഞാൻ പണി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാസം മുമ്പ് വരെ എഡിറ്റർമാരായിരുന്നു എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസം ഒരു മാസം 20,000 25,000 രൂപയൊക്കെ നെറ്റിന് വേണ്ടി മാത്രം ചിലവ് വരുന്നു. അതായത് ഇപ്പം നമ്മുടെ എന്നാണ് അതിൻ്റെ പേരിന് ഡ്രൈവ് വഴി അഴിക്കാൻ നേരത്ത്, അതായത് ഫുൾ ക്വാളിറ്റിയേ വരുള്ളൂ. അങ്ങനെ ഒരു ദിവസം 50 GB വരെയൊക്കെ വേണം. 50 GB യൂറോപ്പിലൊക്കെ നാട്ടിലത്തെ 2,500 രൂപയ്ക്ക് ആവും പെർ ഡേ. സത്യമാണ്, നമ്മുടെ നാട്ടിലത്തെ പൈസ അല്ല, യൂറോപ്പിലേക്ക്. അപ്പൊ 30 ദിവസം എന്ന് വെച്ചാൽ ഈ 50 GB 30 ദിവസം വരെ വാലിഡിറ്റി ഉപയോഗിക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഒരു ദിവസം കൊണ്ട് 50 GB തീരുന്നു പോകും. അപ്പം നമ്മുടെ വണ്ടിയുടെ പരിപാടിയൊക്കെ നടക്കട്ടെ. ഇത് നടക്കുന്നോടും വരെ നമുക്കിങ്ങനെ ക്ഷമിച്ച് നിൽക്കാം. അതിന് ശേഷം നമുക്ക് കലക്കണം. അതൊരു പ്രത്യേക രീതിയിലുള്ളൊരു യാത്രാ വീഡിയോ. അതായത് നമ്മളെന്ന് പറഞ്ഞാൽ യാത്രാ വീഡിയോ അല്ലോ, നമ്മുടെ ബെസ്റ്റ് ലൈഫ്, അതായത് വൺ ലൈഫിന് ശേഷം ബെസ്റ്റ് ലൈഫ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് വരാൻ വേണ്ടി പോകുന്നത്. ഈ പ്രാവശ്യത്തെ വീഡിയോകൾക്ക് കുറേയധികം പ്രത്യേകതകളുണ്ട്. അപ്പം നമ്മുടെ വണ്ടി പണിത് കിട്ടട്ടെ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു വണ്ടി ഓടിക്കാൻ കിട്ടില്ലാണ്ട് ഇക്കാട് ഇപ്പം വണ്ടി ഞാനിപ്പോൾ ഓടിക്കാൻ വേണ്ടി ഇരിക്കുക. അത് അവിടെ ഇട്ടേക്കുന്നുണ്ടോ ഗൈസ്? ആ പാവം കമ്പനിക്ക് വേണ്ടി വരുന്ന വണ്ടി കേട്ടോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേ സമയത്ത് ഇവിടെ അർബാനിയുടെയും സംഭവങ്ങളുടെയും പരിപാടിയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നാളെ ഡെലിവറി ഉള്ള വണ്ടിയാണ്. എങ്ങോട്ടാകില്ലേ? ഇതങ്ങോട്ട് പോകണ്ട. സ്ഥലം അറിയാൻ പാടില്ല മാനേജറിന്, അതുകൊണ്ട് കുഴപ്പമില്ല. എങ്ങോട്ടോ പോകേണ്ട വണ്ടി അല്ല ചേട്ടാ? ഇതെങ്ങോട്ടായിട്ടാ പോകുന്നത് നാളെ? വല്ല അറിയാവോ? കാട്ടിൽ കൂടെ പോവോ? ഗൈസ് ഒന്നും സാരമില്ല, ഒരു ബുദ്ധിമോശക്കാരനായ ഒരുത്തിനെ പണിക്ക് വെച്ചു. ഒരു സഹായം ഗൈസ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. എൻ്റെ ശിഷ്യൻ വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇക്കയുടെ സാൻഡ്രോ ലിബിൻ അങ്ങനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. പക്ഷെ വണ്ടി റിവേഴ്സ് എടുക്കാൻ അറിയത്തില്ല. എന്നാ പറയണ്ട, 100 ഇപ്പോഴും നടത്തുന്നത്. അതാ ഞാൻ പറഞ്ഞത്, കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല.
ആ ആ എന്തൊക്കെയാണോ ഇനി കാണണ്ടേ. ഞാനൊന്ന് അവനോട് പറഞ്ഞേടാ ഇത് നീ ഒന്ന് എടുത്ത് ഓടിക്കേ. ഇന്നോ ഒരു രക്ഷയില്ല. ഇവൻ എന്നെ ഉദ്ദേശിക്കുന്നേ എടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ടയർ ആണി കയറ്റി പഞ്ചറാക്കി സൈഡാക്കി എന്നിട്ട് ഒരു ചിരിയും ചിരിച്ച് അവൻ ഇറങ്ങിപ്പോകുന്നതായിരിക്കും. പോട്ടെ പോട്ടെ പോട്ടെ. ആ എക്സ്പ്രഷനൊക്കെ നോക്കി അതിൻ്റെ അകത്തോട്ട് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ പറ്റും കേട്ടോ. ഓഫ് എക്സ്പ്രഷനൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ആ ക്ലച്ചേന്ന് കാലൊക്കെ എടുക്കുമ്പോൾ എക്സ്പ്രഷൻ കാണണം. ഓ ഓ ഓ കണ്ടോ 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 ആ മോഹൻലാൽ വീർക്കോ എന്തോ സീരിയസ് കാര്യം ചെയ്യുന്ന പോലെ കേട്ടോ. ആ ഇനി ആൾ ഫ്രണ്ടിലേക്കൊക്കെ ഒന്ന് പോയിട്ട് നോക്കിയേ ചുണ്ട് നോക്കി. ആ അതിനെ നോക്കിയ അവിടെ നിന്ന് എല്ലാവരും ഓടി മാറി ഗൈസ്. അവിടെ നിന്ന് എല്ലാവരും ഓടി മാറി. ഇവരെന്നെ ഈ ബ്രേക്ക് കാണിക്കുന്നേ അതിന് നിർത്തിയേ അതിനാടാ ആ അല്ല ഞാൻ അതിന്റെ അപ്പുറത്തോട്ടില്ല അതിനാ തട്ടി കമ്പ് ഗൈസ് ലിവിനൊന്ന് ട്രൈ ചെയ്താണ്. എന്തായാലും ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കും. അവിടെ നാളെ ഫ്രെയിം അടിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നാളെ എന്ന് പറഞ്ഞാൽ ആലം ഇല്ല ഇന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സമയം അടിക്കാം. ആണോ? പിന്നെ ഇന്ന് നമുക്ക് പെയിന്റ് നമുക്ക് ഉറച്ചിട്ട് കഴിഞ്ഞാൽ നാളെ തൊട്ട് പെയിന്റ് അടി തുടങ്ങാം. ഏച്ചി പണി 2 ദിവസം ലേറ്റ് ആയാലും കുഴപ്പമില്ല. ഫ്രെയിം അടിച്ചിട്ട് പെയിന്റ് അടിക്കണേ. അല്ല പിന്നെ ആ ഫ്രെയിമിന് പിന്നെയും പെയിന്റ് അടിക്കണ്ടേ? വേണ്ടെന്ന് പുറം അടിക്കാലോ. ആ എൻ്റെ ശിഷ്യൻ വന്നു കേട്ടോ. ശിഷ്യൻ വണ്ടിയായിട്ട് എത്തിയിരിക്കുകയാണ്. ശിഷ്യനെ ഇന്നലെ രാത്രി ഞാൻ എനിക്ക് ശിഷ്യത്വം വേണ്ടി കൊണ്ടുവന്നാട്ടോ. ഞങ്ങളെല്ലാം ഉറക്കം പഴംപരി ഇടവേളകൾ ആനന്ദമാക്കാൻ പഴംപൊരി. നല്ല മഴയാട്ടോ. എടാ ഇപ്പൊ അടിക്കൂലേ? ഇനി അജീബിക്ക് ആ സാധനം കൊണ്ട് വന്നിട്ട് അതൊന്ന് നോക്കണം കേട്ടോ. ജോജോ മോനെ നമസ്കാരം. പഴംപൊരി ഞായറാഴ്ച അങ്ങനെ കാണാത്തതാണല്ലോ. ജോജോ ചേട്ടൻ്റെ ആ ഒരു സൗന്ദര്യം ഒരു പൊക്കം നോക്കിയേ. 7 അടിയുണ്ട് കേട്ടോ. 6 അടിയില്ല 7 അടിയുണ്ട്. ജോജോ ചേട്ടൻ്റെ വീടിൻ്റെ അയലൊക്കെ മാങ്ങ ആരെങ്കിലും കുറവ് തോന്നുന്നുണ്ട്. പുള്ളി കൈ വെച്ച് പോട്ടിയൊന്നും വേണ്ടല്ലോ പറിക്കുന്ന. നിർത്തി അങ്ങോട്ട് അപമാനിക്കുവാണ്. ആ ഇത് ഞങ്ങളുടെ ജോജോ ചേട്ടൻ. ഞങ്ങളുടെ വണ്ടിയുടെ AC. നിങ്ങളെ നമ്മൾ പുറത്തേക്ക് യാത്ര ചെയ്യുന്നത് ഒരാളെ വിളിച്ച് ഞങ്ങൾ സംസാരിക്കൂലേ, അത് ഈ പുള്ളിക്കാരനാണ്. വണ്ടിയുടെ AC വെക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ജോജോ ചേട്ടനാണ് നമ്മുടെ AC പണിയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ AC വരുന്നത് ഇത് കണ്ടോ. ഇങ്ങോട്ട് നോക്കിയേ. ഇതേ ഇവിടെ ഒരു AC യൂണിറ്റ് വരും. ഈ ഒരു ഇവിടെ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലൊരു AC യൂണിറ്റ് വരും. പിന്നെ അത് മാത്രം പിന്നെ ഫ്രണ്ടിൽ ഒരെണ്ണം ഉണ്ട്. ഓൾറെഡി ഒരു AC-യുടെ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഇത്ര മൊത്തം 3 യൂണിറ്റാണ് നമുക്ക്. ഇതിന്റെ നിലവിലുള്ള കംപ്രസർ മാറ്റും. അത് ചെറുതാണ്. ഇതിന്റെ കംപ്രസർ എന്ത് ചെയ്യേ ഏതാ? ഓ അതായിരിക്കുന്നു. അല്ല ഈ കംപ്രസർ തന്നെ മതിയോ? വലിയ വെക്കണ്ടേ? ആ ആ ആ ആ ഇത് മാറ്റണം. ഇതല്ലേ ഇപ്പം കംപ്രസർ ഇരിക്കുന്നേ. ഇത്തന്നല്ലേ ഇത് പോയാക്കുന്നത് ഫ്രണ്ടിലെ യൂണിറ്റ്. അങ്ങനെ 2 എണ്ണത്തിന് വെക്കണ്ടേ? വണ്ടി മൊത്തം ഞങ്ങൾ ചില്ലാക്കാൻ പോവാ. ഇതാകുമ്പോഴുള്ള ഗുണം എന്നാണെന്നറിയോ ഗൈസ്? അതായത് ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമുക്ക് ജനറേറ്റർ എപ്പോഴും ഇടണ്ട. വണ്ടി ഓടുമ്പം AC കിട്ടും. പിന്നെ അതേപോലെ തന്നെ ആ ഒരു ഫ്യൂവൽ കൺസ്ട്രക്ഷൻ അല്ല എന്നാ പറയുന്നത്, ഫ്യൂവൽ എക്കോണമി കൊണ്ടുവരാൻ സാധിക്കും. ഏകദേശം വിളിച്ചിട്ട് വന്നല്ലോ, അത് തന്നെ. അത് ഭയങ്കര ഭാഗ്യം. സാധാരണ അങ്ങനെ സംഭവിക്കാൻ സാറിന് അങ്ങനെ കിട്ടാറുള്ളതല്ല. പുകയില്ലേ തള്ളിയിടിക്കും. അതിൻ്റെ ബില്ലൊക്കെ ഇതന്നെ. ഗൈസ് അപ്പം ഇതിൻ്റെ ഓരോ പരിപാടികൾ AC-യുടെ കാര്യങ്ങൾ ഓരോന്ന് നോക്കുവാണ്. അപ്പോൾ അടുത്ത ദിവസം അത് AC കൊണ്ട് ഫിറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ. അപ്പോൾ ജോർജ് ചേട്ടൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പഴയ ടൈപ്പ് നമ്മളെ ട്രാവൽ അതിന് എന്നായിട്ടാണ് പറയുന്നത്? AC മൈക്രോ ബസ് എന്ന് പറയുന്ന സാധനമാണ്. അത് ജിങ്കി ഇറങ്ങുന്നതിന് മുന്നേ ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളെ പഴയ ടെക്നോളജിയോട് തിരിച്ചു പോവാണ് അല്ലേ? അതെ. അതായത് നമ്മൾ ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ബസ്സിന് ജിങ്കി കയറണമെങ്കിൽ 2.5 ലക്ഷം രൂപ വരും. ഇതാകുമ്പോൾ 60,000 രൂപയ്ക്ക് തീരും. അതാണ് യാഥാർത്ഥ്യം. ഒറ്റ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൂ. നോക്കിയാൽ താഴോട്ട് പുള്ളി പോകാട്ടോ അതിന് ലൈൻ നോക്കാൻ വേണ്ടി. ഇതിൻ്റെ ലൈൻ നോക്കുമ്പോൾ രക്ഷിക്കാമല്ലോ. ഇഷ്ടം പോലെ സ്ഥലം നോക്കിയേ. പൈപ്പില്ലല്ലോ. അത് AC-യുടെ പഴയ AC-യുടെയാണ്. മറ്റേ സ്പ്ലിറ്റ് AC-യുടെയാ. സ്പ്ലിറ്റ് AC-യുടെ പൈപ്പ് എന്തിനാ? അതിനൊക്കെ ലീക്കായിരിക്കും. വേറെ പൈപ്പ് മേടിക്കാം. കോപ്പർ വേണ്ട കേട്ടോ. റബ്ബർ പൈപ്പ് മേടിക്കാം. അതിനാ പൈസ കുറവ്. അത് മതി. പൈസ കുറവുള്ള നല്ല സാധനം. കോപ്പറിന് പൈസ കൂടുതലാ. AC-യുടെ കാര്യങ്ങൾ നോക്കട്ടെ. പുള്ളിനെ ഒന്ന് പറഞ്ഞല്ല മനസ്സിലാക്കി കൊടുക്കട്ടെ. പുള്ളിക്ക് അറിയാമെങ്കിലും ഞാൻ പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അതെല്ലാം സെറ്റപ്പാക്കി കൊടുക്കട്ടെ. പുള്ളി എല്ലാം നോക്കുന്നുണ്ട്. 4 പാടും
എന്താ ഉദ്ദേശം എന്നുള്ള എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. ഗൈസ് ഇതാണ് എൻ്റെ ശിഷ്യൻ, എൻ്റെ എഡിറ്റർ. അങ്ങോട്ട് നോക്കടാ ഗൈസ്. നോക്കൂ, ഇവനാണ് നമ്മുടെ റീൽസ് സംഭവം എഡിറ്റ് ചെയ്യുന്നത്. ഇവൻ കുറച്ച് നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, പക്ഷേ അയച്ചു കൊടുക്കാനുള്ള പാട് കാരണം ആ പരിപാടി കുളമായിപ്പോയി. പിന്നെ വേറൊരു കേസ്, ഇതായത് നമ്മുടെ ചെറുക്കനാണ് എന്നെ ഇപ്പോൾ പുതിയ സാധനങ്ങൾ, അതായത് ടെക്നോളജി, അതായത് ഫൈനൽ കട്ടിൽ. നീ എന്നെ വേണ്ട സ്കൂളിലാണോ ഇങ്ങനെയൊക്കെ നിൽക്കാൻ? അതായത് ഫൈനൽ കട്ടിൽ ഇപ്പം നമ്മൾ എഡിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ 1 വർഷമായി ഫൈനൽ കട്ടിൽ എഡിറ്റ് ചെയ്യുന്നു. അപ്പം അതിൻ്റെ അകത്ത് കുറച്ച് സീക്വൻസും പിന്നെ ചാടി വരുന്ന സംഭവം കാര്യങ്ങളൊക്കെ ഇവനിപ്പോൾ എനിക്ക് പഠിപ്പിച്ചു തരും. അപ്പോൾ ഇനിയൊക്കെ വരുന്ന വീഡിയോയിൽ ആ സാധനം കിട്ടിയാൽ നശിപ്പിക്കും, പറ്റുന്നൊക്കെ ഇടും ഞാൻ. അപ്പോൾ അത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പഠിപ്പിക്കാൻ വേണ്ടി ഇവൻ വന്നതാണ്. ഇവൻ്റെ വീട് ഇവിടെ എറണാകുളം തന്നെയാണ്. പേരെന്നടാ? അമിത്. ഗൈസ് പേര് അമിത് എന്നാണ്. എൻ്റെ തുടക്കം മുതലേ ഉള്ള സബ്സ്ക്രൈബർ. ഏതാണ്ട് ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങി അന്ന് മുതൽ ഇവൻ വീഡിയോ കാണുന്നുണ്ട്. പക്ഷേ ഇവൻ നേരെ നോക്കടാ, ണ്ടോ ഇവന്റെ പാൻറ് കണ്ടോ? ഈ പാൻറ്റിൻ്റെ ഇവന്റെ പാൻറ്റിൻ്റെ അകത്ത് എനിക്ക് ഇറങ്ങി പോവാം. അപ്പം അവൻ ഞങ്ങളെ പഠിപ്പിക്കേണ്ടി വന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടുത്തെ പണി, വീഡിയോ എടുപ്പ് പരിപാടി. രാത്രി എനിക്ക് ക്ലാസ് ഉണ്ട് ഇവൻ്റെ വക. അപ്പോൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യും. ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇനിയും കുറച്ച് കഴിഞ്ഞാൽ വേറൊരു അവതാരം വരും, തുമ്പി. അപ്പോൾ ഇനി തുമ്പിനെ കാണണം കേട്ടോ. എൻ്റെ പാർട്ണർ 4%. 4 പോരാ 10 ഗൈസ്, എൻ്റെ തുമ്പിക്കുട്ടൻ ആരടാ? തുമ്പിയുടെ മോനാട്ടോ ഗൈസ്. എൻ്റെ ഈ കാണുന്ന സഫാരി. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ട് പിന്നെ വേറെ കൊടുത്തു പോട്ടെ. ഗൈസ് നോക്കൂ, അപ്പം അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് ചെറുക്കനാണ്. ഞങ്ങൾ ഇപ്പൊ എന്നാ ഇവിടെ തൃപ്പൂണിത്തുറ കട തുടങ്ങിയില്ലേ? പേരെന്നാ? സത്യമായ ഒരു കാര്യം പറയാം, ബ്ലോഗ് പിള്ളേർ കൊണ്ടുപോയി അവർ ഓടി കളിക്കും കേട്ടോ ഇല്ലേ. ഗൈസ് നോക്കൂ, ഇത് തുമ്പി, നമ്മുടെ ചെറുക്കനെ മേടിച്ചത് തുമ്പിയാണ്. അപ്പൊ ഉണ്ടല്ലോ, തുമ്പി ഇവിടെ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് തൃപ്പൂണിത്തുറയില്. ലേഡീസ് മാത്രമല്ലേ? ലേഡീസിന്റെ, അതായത് ഇമ്പോർട്ടന്റ് കളക്ഷൻ, അതായത് തായ്ലൻഡിൽ നിന്നും പിന്നെ അതുപോലെ കംബോഡിയ, വിയറ്റ്നാം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. തായ്ലൻഡിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ. ചങ്ങനാശ്ശേരി ചെമ്പോ തുമ്പിനെ കണ്ടു. അപ്പൊ തുമ്പി ഞങ്ങൾക്ക് ചോറ് മേടിച്ചരാന്ന് പറഞ്ഞു. തുമ്പിയുടെ വക ഇന്ന് ഊണ് റെഡി. ഗൈസ്, വണ്ടിയുടെ പരിപാടികൾ ഓരോന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. നജീബിക്ക വന്നു, ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ഫ്രെയിം അടിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഓരോന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. ഞാനൊന്ന് ഇടപെട്ടിട്ട് ഇപ്പം വരാവേ. ഗൈസ്, നമ്മുടെ ഓരോന്നിന്റെ അളവ് എടുത്തോണ്ടിരിക്കുക കേട്ടോ. സ്ട്രൈറ്റ് പിടിക്കണോക്ക, ഇത് വളഞ്ഞ. ഗൈസ് നോക്കൂ, അതായത് നമ്മുടെ വണ്ടിയുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് നാളെ പെയിൻറ്റിങ്, പിന്നെ കുറച്ച് സാധനങ്ങൾ പർച്ചേസിങ്ങും പരിപാടിയൊക്കെയാണ് നാളെ. പിന്നെ അതുപോലെ ബാത്റൂം പർച്ചേസിങ്, പിന്നെ ബാത്റൂം ഇക്കടെ അടുത്തുള്ളതുകൊണ്ടുണ്ട്. പിന്നെ അതുപോലെ ACP അങ്ങനെയുള്ള കുറച്ച് പരിപാടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം നാളെ വണ്ടിയുടെ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. ഗൈസ്, പിന്നെ നജീബിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഞാൻ വീഡിയോ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാക്കാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പുള്ളിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിന്റെ ലിങ്ക് കൊടുത്തു. എൻ്റെ പേരെന്നാ? നജീബ് സൈലൂസ്. അത് 1 ലക്ഷം സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ ഇക്ക കേക്ക് മേടിച്ചു തരാന്നാണ് പറഞ്ഞത്. വലിയ കേക്ക് മേടിച്ചു. ഇവിടെ എത്രയായി ഇപ്പൊ 89. 20,000 പേര് ഞങ്ങളുടെ വീഡിയോ കാണുന്ന 20,000 പേര് ഇക്കയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് കേക്ക് കിട്ടും. അപ്പം നിങ്ങൾ പരമാവധി വീഡിയോയുടെ അടിയിൽ ആ ലിങ്ക് കയറിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ബെൽ ബട്ടണും കൂടെ അമർത്തി പൊട്ടിക്കുക. അതെ ഗൈസ്.